എല്ലാവർക്കും നമസ്കാരം. ഞാൻ വർഗീസ് മാത്യു, ഇപ്പോൾ ഡൽഹിയിലാണ്. ഞാൻ ഒളിമ്പസുമായിട്ട് ഒരു 8-9 വർഷമായിട്ട് കൂടെ ഉണ്ട്. പല അന്വേഷണങ്ങളുടെയും ഭാഗമായിട്ട് അവസാനം എത്തിച്ചേർന്നത് ഒരു പ്രകൃതി ആത്മീയതയിലൂടെ എത്തിച്ചേർന്നാണ് ഇവിടെയുള്ളത്. അപ്പം ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന പലതും ഇവിടെ നിന്ന് ഉത്തരം കിട്ടുന്നതുകൊണ്ട് ഇതുമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. ഇതും കൂടുതൽ പ്രചരിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലൂടെ ആണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ വിഷയം ദൈവം ഉണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇത് യുഗങ്ങളായിട്ട് ഈ ക്വസ്റ്റ്യൻ അവിടെ നിൽക്കുന്നു. അത് ഡിബേറ്റായിട്ട് നടക്കുക എന്നല്ലാതെ ഇതൊരു അതിനൊരു സൊല്യൂഷൻ ആരും പറഞ്ഞിട്ടില്ല. ഉള്ളവർ ഉള്ളതായിട്ട് വിശ്വസിക്കുന്നു, ഇല്ല എന്ന് പറയുന്നവർ ഇല്ലാത്തതായിട്ട് ഇല്ല എന്നും പറഞ്ഞുള്ള വിശ്വാസമുണ്ട്. അപ്പൊ ഈ രണ്ടും വിശ്വാസങ്ങളാണ് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിൽ ഇതിനെ നമ്മൾ കാണേണ്ട, ഈ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെ എല്ലാം കാണേണ്ടത് ഒരു പ്രകൃതി ശാസ്ത്രത്തിന്റെ പശ്ചാത്തലത്തിലാണ്. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഗ്രീൻ ഹൗസ് സെന്റർ ഫോർ ഡീപ് ഇക്കോളജി എന്ന് പറയുന്നത് ഈ ഡീപ് ഇക്കോളജിക്കലായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിലൂടെ ഇതിനെല്ലാം നോക്കിക്കാണുക. പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെയും ഇവിടെയുള്ള എല്ലാ ജീവന്റെ അസ്തിത്വത്തെയും അതിൻ്റെ നിലനിൽപ്പും അതിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ അതിൻ്റെ പ്രകൃതി ശാസ്ത്രത്തിൻ്റെ വഴിയിൽ, പ്രകൃതി നിയമങ്ങളുടെ വഴിയിൽ നോക്കിക്കാണുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു രീതി. അപ്പം അതിനായിട്ടുള്ള സ്വന്തമായിട്ടുള്ള റിസർച്ചും അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പം സന്തോഷ് ആണ് ഇതിൻ്റെ എല്ലാം തത്വചിന്തകനായിട്ടുള്ള പ്രകൃതി തത്വചിന്തകനാണ്. എക്കോസഫർ എന്നുള്ള രീതിയിലാണ് പുള്ളി ചെയ്യുന്നത്. എത്രയോ വർഷങ്ങളായിട്ട് പുള്ളി ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവസാനം നമ്മളിപ്പോൾ ഒരു ബദൽ സംവിധാനമായിട്ടൊരു ഇക്കോ വില്ലേജ് നിർമ്മിക്കാനുള്ളൊരു ഒരുക്കത്തിലാണ്. അപ്പം അതിനുള്ള ആൾക്കാരെയും ഇതിനെയും എല്ലാവരെയും സ്വരൂപിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. കാരണം ഈ എല്ലാവരെയും ഒന്നിച്ച് കൊണ്ടുവരുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഹാർമോണിയസ് ആയിട്ട് കഴിയണമെന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും ആ ഔട്ട്ലുക്ക് പലതും മാറ്റേണ്ടതുണ്ട്. അതിനുള്ളൊരു ശ്രമമാണ്, അതിനുള്ളൊരു എഡ്യൂക്കേഷനാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ ആ ഒരു ബോധ്യത്തിലെത്തുന്നവർക്ക് ശരിക്ക് ഒരു ഹാർമോണിയസ് ലൈഫ്, ഒരു കൂട്ടുജീവിതം കൂട്ടായ്മയിലൂടെ പോവുക, സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോവുക എന്നുള്ളതും സ്വാശ്രയത്തിൽ എത്തുക എന്നുള്ളതും ആണ് നമ്മളുടെ ഒരു ഉദ്ദേശം. അപ്പം അതിനായിട്ടുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്നത്തെ എല്ലാ ഫ്രൈഡേയും ഉള്ള പോലെ ഓരോ വിഷയങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയങ്ങളായിരിക്കും. അന്വേഷികൾക്ക് പലതും കിട്ടുന്ന രീതിയിലുള്ള ഇതാണ്. അതും ഈ ഒളിമ്പസിന്റെ സമഗ്രമായിട്ടുള്ള പ്രകൃതി ശാസ്ത്രത്തിലൂടെയുള്ള ഒരു വീക്ഷണമായിരിക്കും തരുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അത് ഈ ടൈറ്റിൽ പോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ടോക്കും. അതിലൊക്കെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. താങ്ക് യു വർഗീസ് ചേട്ടാ. അപ്പോൾ എല്ലാവരും പരിചയപ്പെടുത്തി, വളരെ സന്തോഷം. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് പൊന്നി ഒളിമ്പ. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് പാലക്കാട് പാടൂരുള്ള ഇക്കോ വില്ലേജിൽ, ഗ്രീൻ ക്രോസ് ഇക്കോ വില്ലേജിൽ നിന്നാണ്. ഞാൻ 99 മുതൽ ഈ പറയുന്ന ഒളിമ്പസ് എന്ന് പറയുന്ന ഒരു ജീവിത രീതി അല്ലെങ്കിൽ ഒരു തത്വശാസ്ത്ര ദർശനത്തെ ഫോളോ ചെയ്ത് ജീവിക്കുന്നു. അതിലെന്താ പറയണമെന്ന് ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾക്ക് നമ്മുടെ നിത്യജീവിതത്തിലെ ജീവിത പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജീവിത വിഷയങ്ങളെ എങ്ങനെ സുഗമമായി മാറ്റി അല്ലെങ്കിൽ അതിനെ മറികടന്ന് എങ്ങനെ നമുക്ക് അല്ലെങ്കിൽ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെ നന്നായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. അവിടെ ഒരു ചെറിയ വ്യത്യാസം, ഒരുപാട് പേര് ഇതിന് പഠിപ്പിക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ എല്ലാ ആളുകളും നമ്മളെ അല്ലെങ്കിൽ ഇത്തരം പ്രോഗ്രാമുകളെല്ലാം ഉദ്ദേശിക്കുന്നത് എങ്ങനെ നന്നായിട്ട് നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകാം എന്നുള്ളതിനെ കുറിച്ചാണ്. പക്ഷെ ഇവിടെ ഉള്ളൊരു വ്യത്യാസം എന്താന്ന് വെച്ചാൽ, നമ്മുടെ ചുറ്റുപാടിനെ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിച്ചാൽ എങ്ങനെ നമുക്ക് അത് നല്ല ജീവിത രീതി ആക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പൊ പ്രകൃതി എന്നതിനെ കുറിച്ച് നമുക്കൊക്കെയും വ്യത്യസ്തമായിട്ടുള്ള ഡെഫിനേഷൻ ഉണ്ട്, കാഴ്ചപ്പാടുകളൊക്കെയാണ്. അതിൽ നിന്നുകൊണ്ട് നമുക്കിപ്പോ ചില പോരായ്മകളൊക്കെ അനുഭവപ്പെടുന്നുണ്ടല്ലേ. അതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ പരിപാടികളിൽ പങ്കെടുത്ത് കൂടുതലായിട്ട് എങ്ങനെ എന്റെ ജീവിതത്തെ മെച്ചപ്പെടുത്താമെന്ന് അന്വേഷിക്കുന്നത്. അപ്പൊ അത്തരം അന്വേഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ പ്രകൃതിയോട് ഇണങ്ങിയ ജീവിത രീതി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എത്രത്തോളം നമുക്കത് സാധിക്കും ഇന്നത്തെ ടെക്നോളജിക്കൽ യുഗത്തിൽ ഇരുന്നു കൊണ്ട് എന്നൊക്കെ വിശദീകരിക്കുന്ന പരിപാടികളാണ് നമ്മുടേത്. അപ്പൊ അതിന്റെ ഒരു വെള്ളിയാഴ്ച പ്രോഗ്രാമാണ് ഈ ഫ്രൈഡേ വിസ്ഡം എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ പ്രോഗ്രാം എന്താണെന്ന് എല്ലാവരും കണ്ടിട്ടുണ്ടാകും, ദൈവം ഉണ്ടോ എന്നുള്ളത്. അപ്പൊ എല്ലാവരും ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാലം മുതൽ
നമുക്ക് നമ്മുടെ മനസ്സിന് അല്ലെങ്കിൽ ആശയങ്ങൾ രൂപപ്പെടുന്നതിന് ഒരുപാട് കാലം മുമ്പ് തന്നെ ഈ ദൈവം എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് പരിചയമുള്ളതാണ്. അപ്പൊ അത് ഓരോരുത്തർക്കും ഓരോ അർത്ഥവും അല്ലെങ്കിൽ ഓരോരുത്തരും അതിനെ ഓരോന്നായിട്ടാണ് കാണുന്നത്. അപ്പൊ വിശ്വാസത്തിന്റെ തലത്തിൽ ദൈവത്തെ അറിയുന്നവരുണ്ട്, അതല്ല വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒന്നും ഇല്ല എന്ന് കരുതുന്നവരുണ്ട്. അപ്പൊ ഇതില് രണ്ടിലും ദൈവമുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ അന്വേഷണം. അപ്പൊ വർഗീസേട്ടൻ സൂചിപ്പിച്ചു, നമ്മൾ നൽകുന്ന ഉത്തരങ്ങളെല്ലാം ഡീപ്പ് ഇക്കോളജി അല്ലെങ്കിൽ ആഴ പരിസ്ഥിതി എന്ന് പറയുന്ന ഒരു സമീപനത്തിലൂടെ ആയിരിക്കും. ഇനി നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് തൃപ്തികരമായിട്ടുള്ള ഒരു ഉത്തരം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് അന്വേഷിക്കാം എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ചുരുക്കി പറയാനുള്ളത്. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഒരു ഇക്കോ വില്ലേജിലാണ്. സന്തോഷേട്ടനാണ് ഈ ഒളിമ്പസ് ദർശനം അതിനെ ആധാരമാക്കിയുള്ള ഒരു ഒരു ഗ്രാമ പദ്ധതി ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതൊക്കെ. അപ്പൊ ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പൊ ഞങ്ങൾ ഇത് പതിയെ പഠിക്കുകയും ജീവിതത്തിൽ അത് കുറെയൊക്കെ പ്രയോഗിച്ച് അതിന്റെ ഒരു എന്താ പറയാ സൗകര്യപ്രദമായിട്ടുള്ള ഒരു അവസ്ഥ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അത് അനുഭവിക്കുന്ന സമയത്ത് കുറച്ചുകൂടി അത് മറ്റുള്ളവരിലേക്ക് പകരുന്ന സമയത്ത് അത് കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ, അതൊരു ഗ്രാമമായിട്ട് ജീവിക്കാൻ സാധിച്ചാൽ അത്രയും ഭൂമി സുഖകരമായിട്ട് മുന്നോട്ട് പോകും. അല്ല, നമുക്ക് എല്ലാം നൽകുന്നത് ഭൂമിയാണല്ലേ, അത്രയും നമുക്കറിയാലോ. തിരിച്ച് ആ ഭൂമിക്ക് നമ്മൾ എന്താണ് നമ്മുടെ ജീവിതം കൊണ്ട് നൽകുന്നത് എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ കരുതുന്നത് എന്താ, നമ്മൾ നൽകുന്നതിനെല്ലാം ഒരു തിരിച്ച് എന്തെങ്കിലും പ്രതീക്ഷിക്കും അല്ലെ നമ്മള്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എല്ലാം എടുക്കുന്ന ഈ ഭൂമിയിൽ നിന്ന് എന്താണ് ഈ ഭൂമിക്ക് വേണ്ടി ചെയ്യുന്നത്? അപ്പൊ നമ്മുടെ ധർമ്മം അല്ലെങ്കിൽ ഉദ്ദേശം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് പരിപാടികൾ നടത്തുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ വന്നിരിക്കുന്നത് അതുപോലൊരു പരിപാടിക്കാണ്, സഹവാസ പരിപാടി. അതുപോലെ സത്സംഗങ്ങൾ നടത്താറുണ്ട്, ദിവസവും രാവിലെ പ്രഭാത സത്സംഗം നടത്താറുണ്ട്. അത് ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെയൊക്കെ നമ്മള് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇത് 1-2 ദിവസങ്ങൾ കൊണ്ട് കേട്ടത് കൊണ്ടോ മനസ്സിലാക്കിയത് കൊണ്ടോ മാത്രം കാര്യമില്ല. ഇത് ഓരോ കാര്യവും നമ്മൾ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടത് അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രയോഗിക്കേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെറുപ്പം മുതലേ കേൾക്കുന്നുണ്ട്, എന്താണ് പ്രകൃതി, എങ്ങനെയാ അതിനോട് ഇണങ്ങി ജീവിക്കേണ്ടെന്നൊക്കെ. പക്ഷെ എത്രത്തോളം നമ്മൾ അതിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്, നമ്മൾ എത്രത്തോളം അതിലായിരിക്കുന്നുണ്ട് എന്നുള്ളതിലാണ് കാര്യം. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്ക് എല്ലാം നിങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ്. അത്തരം ചിന്ത കൊണ്ടെങ്കിലും നിങ്ങൾ അത്തരം കാര്യങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കുള്ളിൽ മാറ്റം വന്നാൽ നമ്മൾ ശരിയാകും, നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് സമാധാന സ്വസ്ഥത ഉണ്ടാവും. ആ കുടുംബം ജീവിക്കുന്ന സമൂഹത്തിൽ, ആ സമൂഹമുള്ള രാജ്യത്തിനൊക്കെ സ്വസ്ഥതയും സമാധാനം ഉണ്ടാവും. അപ്പോ മറ്റുള്ളവർ മാറിയിട്ട് നമുക്ക് സ്വസ്ഥത ഉണ്ടാവുക എന്നുള്ളതല്ല, ആ മാറ്റം ആദ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. നമ്മളെന്നല്ല, എല്ലാ ഗുരുക്കന്മാരും അത് തന്നെയാണ് പറയുന്നത്. അപ്പൊ എവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇനി എത്രത്തോളം പറ്റുമോ അത്രത്തോളം അതേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഓരോ വെള്ളിയാഴ്ചയും 7:30 മുതൽ നമ്മൾ വിഷയങ്ങളായിട്ട് അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ വിഷയം ദൈവമുണ്ടോ എന്നുള്ളൊരു അന്വേഷണമാണ്. അപ്പോൾ അത് മിയറായിട്ട്, അതായത് വളരെ ഉപരിപ്ലവമായിട്ടുള്ള ഒരു അന്വേഷണമല്ല. എല്ലാവരും വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. വിഷയാവതരണം അല്ലെങ്കിൽ വിഷയ പരിചയമാണ് നമ്മൾ വിഷയാവതരണത്തിൽ ഉദ്ദേശിക്കുന്നത്. അതായത് ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ കൂടെ, ഈ ഒരു ആംഗിളിൽ കൂടി ശ്രദ്ധിക്കൂ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കുന്ന സമയത്ത് ഇതുവരെ നമുക്ക് അതിനെക്കുറിച്ചുണ്ടായ ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ആശയങ്ങളിൽ നമ്മളൊരു പുനർനിർവചനം അല്ലെങ്കിൽ ഒരു പുതിയ കൂട്ടിച്ചേർക്കലൊക്കെ വേണ്ടി വരും. അത് സാധിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട്, സാധിക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാം. അപ്പൊ വിഷയാവതരണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദ്യോത്തരവേളയാണ്. അത് കഴിഞ്ഞാൽ ഒരു വിലയിരുത്തൽ ഉണ്ടാവും. എന്താണ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതെന്നുള്ളത്, അല്ലെങ്കിൽ ബോധ്യപ്പെട്ടില്ലെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എന്താണ് ഫീൽ ചെയ്തത്, നിങ്ങൾക്ക് എന്ത് തോന്നി ഈ സെഷൻ കേട്ടപ്പോ. കാരണം എല്ലായിടത്തും നിന്നും കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പൊതുവായിട്ടുള്ള ചർച്ചകളിൽ പെടുന്ന ഒരു വിഷയമായിട്ടല്ല നമ്മൾ ഇവിടെ അവതരിപ്പിക്കുക. പറഞ്ഞല്ലോ, പ്രകൃതിയുമായി കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്തും ഇവിടെ പറയാനുള്ളൂ. അപ്പൊ ആ രീതിയിൽ ഒരു അവതരണം തീർത്തും നിങ്ങൾക്ക് പുതിയതായിരിക്കും. പലരും നമ്മുടെ സ്ഥിരം പഠിതാക്കളായതുകൊണ്ട് അവർക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാകില്ല. അപ്പൊ പുതിയതായിട്ട് കേൾക്കുന്നവർ ഒരു വാക്കാണെങ്കിൽ പോലും മനസ്സിലാകുന്നില്ലെങ്കിൽ തുറന്ന് ചോദിക്കുക എന്നുള്ളതാണ്. അപ്പൊ പുതിയതായിട്ടുള്ളവർക്കാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അതുപോലെ ഒരു കാര്യം കൂടി പറയാണ്, പുതിയതായിട്ട് ഇപ്പൊ വന്നിട്ടുള്ളവര് നമ്മുടെ തുടർ പരിപാടികളിൽ പങ്കെടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളായിട്ടുള്ള തുടർ ബന്ധം നിലനിർത്തണമെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പറും സ്ഥലവും പേരും ഒന്ന് ചാറ്റ് ബോക്സിൽ എഴുതിയിടുക. കാരണം ഈ ഒരു സ്ക്രീനിലൂടെ നമ്മൾ ഈ 1 മണിക്കൂർ കാണുന്ന കാഴ്ചയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് തമ്മിലൊരു ബന്ധം ഉണ്ടാകില്ല. അപ്പൊ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് വെറുതെ ഒരു വിഷയാവതരണം കുറെ പേരെ കേൾപ്പിച്ചു പോവുക എന്നുള്ളതല്ല. കൃത്യമായിട്ടും നമുക്കൊരു ഉദ്ദേശമുണ്ട്, സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ നിലനിൽപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോ ഈ നിലനിൽപ്പിലേക്ക് ഉള്ള ഒരു ശ്രദ്ധ ക്ഷണിക്കലാണ് ഈ പരിപാടികളൊക്കെ. അതുകൊണ്ട് നിങ്ങൾ മുഴുവനായിട്ടും പങ്കെടുക്കുക. നിങ്ങളുടെ വിവരങ്ങൾ ഇവിടെ തരികയാണെങ്കിൽ നമുക്ക് തുടർന്നുള്ള ബന്ധപ്പെടലുകൾക്ക് സഹായകമാകും എന്നുള്ളതാണ് പറയാനുള്ളത്.
അപ്പൊ കൂടുതൽ നീട്ടുന്നില്ല, സമയം ആകുന്നു. അപ്പൊ വിഷയാവതരണം സന്തോഷ് ഒളിമ്പസ് ആണെന്ന് സൂചിപ്പിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ അദ്ദേഹമാണ് എല്ലാ വിഷയങ്ങളും അവതരിപ്പിക്കുന്നത്. ഈ നമ്മൾ പറയുന്ന കാര്യത്തിൽ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ചിലര് ശാസ്ത്രീയമായിട്ട് അന്വേഷിക്കും, ചിലര് അതിന്റെ കാവ്യാത്മകമായിട്ടുള്ള ഭാഗമായിരിക്കും താല്പര്യപ്പെടുക, ചിലർ അതിന് താത്വികമായിട്ട് എന്ത് തത്വമാണ് അതിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള തരത്തിലായിരിക്കും അന്വേഷിക്കുക. അപ്പൊ ഇതിനെല്ലാം ഉള്ളൊരു ഉത്തരം എന്നുള്ള നിലയ്ക്കാണ് നമ്മുടെ അവതരണം ഉണ്ടാവുക. അപ്പൊ ചില വാക്കുകൾ, ചില വിശദീകരണങ്ങളൊക്കെ ഈ ശാസ്ത്രത്തോട് താല്പര്യമില്ലാത്തവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും, മറിച്ചും അതുപോലെ തന്നെ. അപ്പൊ എല്ലാവരും ഒന്ന് കേൾക്കുക, കാരണം ഈ പറയുന്നത് നമ്മളെ കുറിച്ചാണ്. നമ്മൾ ഇത്തരം ഒരു അവതരണം കേൾക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇത് നമുക്ക് അന്യമായിട്ട് തോന്നുന്നത് എന്നുള്ളത്. അപ്പൊ എല്ലാവരും തുറന്ന മനസ്സോടുകൂടി ഇരിക്കുക, മുൻധാരണകൾ ഒഴിവാക്കി കുറച്ച് സമയം ഇതിനായിട്ട് ചെലവാക്കുക. തീർച്ചയായിട്ടും പ്രകൃതിയുടെ ഒരു ഇച്ഛയാണ് ഈ സംഭവിക്കുന്നത്. പ്രകൃതി ആഗ്രഹിക്കുന്നു നിങ്ങൾ പ്രകൃതിയെ കുറിച്ച് അറിയണമെന്ന്. ഓക്കെ, അപ്പൊ ഇത്രയും ആണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ പരിപാടി അവതരണത്തിലേക്കായിട്ട് സന്തോഷ് ചേട്ടനെ ക്ഷണിക്കുകയാണ്. ചേട്ടൻ നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം, ശുഭരാത്രി. മുഖമില്ലാത്തവർക്ക് നല്ല നമസ്കാരം. എല്ലാവരുടെയും അനാദികാലം മുതലുള്ള ചോദ്യമാണ് ഞാൻ ആരാണ് എന്നത്. ഞാൻ ആരാണ് എന്ന് ചോദിക്കാനുള്ള സാമാന്യബോധം ആയിക്കഴിയുമ്പോൾ അതൊരു അന്വേഷണമായിട്ട് മാറും, അവരൊരു പാകത്തിലേക്ക് ചെല്ലും. പക്ഷെ ഞാനല്ല, വെളിയിൽ നിന്നും എന്തോ ഒന്ന് നമ്മെ സ്വാധീനിക്കുന്നുണ്ട്, അവയുടെ ഒരു നിയന്ത്രണത്തിലാണ് ഞാൻ എന്ത് ചിന്തിക്കുമ്പോൾ അതിലും സംഗതി ഉണ്ടല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. അപ്പൊ അങ്ങനെ കുറെ പേര് എന്താണ് ഈശ്വരൻ എന്നുള്ളൊരു അന്വേഷണത്തിലൂടെ പോകും. വീണ്ടും തർക്കങ്ങളായി, ഈശ്വരനുണ്ട്, ഈശ്വരനില്ല. ഈശ്വരനുണ്ടെന്ന് ഭയങ്കര വാദമാണ്. ഈശ്വരൻ ഇല്ല എന്നുള്ള വാദം തെളിയിക്കാനായിട്ട് ഉണ്ടെന്ന് തെളിവില്ല, അതാണ് ഇല്ല എന്നുള്ളതിന്റെ തെളിവ് എന്ന് പറയുന്ന ബുദ്ധിജീവികളുള്ള നാടാണിത്. ഉണ്ടെന്നുള്ളതിന് തെളിവില്ല, ഒരു കള്ളൻ ഒളിവിപ്പോയി, പുള്ളിയെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. നാട്ടുകാർ മുഴുവൻ തലകുത്തി നിന്നിട്ടും പോലീസുകാർ മുഴുവൻ തലകുത്തി നിന്നിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പുള്ളി സുഖമായിട്ട് ഒളിഞ്ഞു ജീവിക്കുന്നു. ഉണ്ട് എന്നതിന് തെളിവില്ല എന്നാണ് പറഞ്ഞു വന്ന കാര്യം. അതാണ് ഇല്ല എന്നതിന്റെ തെളിവ് എന്നാണ് ചില ബുദ്ധിജീവികൾ പറയുന്നത്. പിന്നെ ഉണ്ട് എന്ന് ശഠിക്കുന്നവരുണ്ട്. നമുക്കതിനൊന്നും വിരോധമില്ല, അങ്ങനെ വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ. പക്ഷെ ഈ ഉണ്ട് ഇല്ല എന്ന് പറയുന്ന ആ ഈശ്വരൻ യഥാർത്ഥത്തിൽ എന്താണ് എന്നതിനെ കുറിച്ച് ഒരു അന്വേഷണം നമുക്ക് നടത്തിയാൽ, ഉണ്ടെന്ന് പറയുന്നവരും ഇല്ല എന്ന് പറയുന്നവരും എന്തുകൊണ്ട് പറയുന്നു എന്നതുകൂടെ ഒന്ന് അന്വേഷിച്ചാൽ നമുക്കതിന്റെ ആകത്തുക പിടികിട്ടും. അപ്പൊ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയുന്നതിന് മുമ്പ് അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഉണ്ടെന്ന് പറയാം, ഇല്ലെന്നും പറയാം. ഇത് രണ്ടും പറയുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് മെന്റലി ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഈ സുസ്ഥിര ജീവന സമൂഹത്തെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ പല വിധത്തിലുള്ള ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരുന്നു. ഇവിടെ വരുമ്പോ ഏതാണ്ട് എല്ലാവരും, പല വിഭാഗക്കാരും ഏതാണ്ട് ഒരു മറ്റേ നൂലിൽ കോർക്കുന്ന പോലെ കോർത്തിണങ്ങി വരുന്നുണ്ട്. കാരണം അവരൊക്കെ ഞാൻ പറയുന്ന കുറെ ക്ലാസ്സുകൾ കേട്ടിട്ടൊക്കെയാണ് പിന്നീട് വരുന്നത്. ആദ്യം തന്നെ കിളി പോയതിനു ശേഷമാണ് പിന്നെ പുതിയ കിളി ഉണ്ടാക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോ സാധാരണ ആളുകൾ ഇങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും വരില്ല. കാരണം ഇവിടെ കണ്ടില്ലേ, നമ്മളിപ്പോ ഒരു സ്റ്റേറ്റ് ലെവൽ പ്രോഗ്രാമാണ് നടത്തുന്നത്. ആകെ 8-10 പേരാണ് ഇവിടെ ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇനി 10 പേരായിട്ട് ചുരുങ്ങിയത്? ആളുകൾക്ക് ഇത്തരം കാര്യങ്ങളോട് താല്പര്യമില്ല. അപ്പൊ താല്പര്യപ്പെട്ട് വരുന്ന 10 പേരുണ്ട് തിരിക്കട്ടെ. ഈ 10 പേരും 10 കാഴ്ചപ്പാടുകളിൽ നിന്നും വരുന്നവരാണ്, 10 മതസംവിധാനങ്ങളിൽ നിന്നും വരുന്നതാണ്, 10 സാമ്പത്തിക സംവിധാനങ്ങളിൽ വരുന്നതാണ്, 10 വിദ്യാഭ്യാസ സംവിധാനങ്ങളിൽ നിന്നും വരുന്നവരാണ്. ഈ 10 പേരെയും വിവിധങ്ങളായ രൂപത്തിൽ തന്നെയാണ് പ്രകൃതി അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. അവയ്ക്കെല്ലാം ആധാരമായത് എന്താണ് എന്നന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ 10 പേർക്കും ആധാരമായിരിക്കുന്നത് ഒന്നാണ്. എന്താ, എല്ലാവർക്കും ആധാരം ഉണ്ടെന്നാണോ? അതൊന്നുമല്ല. എല്ലാവരും അടിസ്ഥാനപരമായി പ്രകൃതിയുടെ ഒരു സത്തയാണ്. എല്ലാവർക്കും അടിസ്ഥാനപരമായുള്ളത് പ്രകൃതിയാണ്. പ്രകൃതി എന്ന് പറയുന്ന ആ ഒന്നുമായിട്ടാണ് എല്ലാം കണക്ട് ആയിരിക്കുന്നത്. ബാക്കി എല്ലാം വ്യത്യസ്തമാണ്. രൂപം വ്യത്യസ്തമാണ്, ഭാവം വ്യത്യസ്തമാണ്, ഭാഷ
അപ്പോ രാജേന്ദ്രേട്ടൻ സംസാരിക്കുന്ന പോലെയല്ല രാജ്മോഹൻ ചേട്ടൻ സംസാരിക്കുക. കാരണം 2 ജില്ലക്കാരാ, 2 തരത്തിലാ സംസാരിക്കുക. അങ്ങനെയല്ല നമ്മുടെ ആഷിക്ക് സംസാരിക്കുക. അപ്പോ ഈ കൊയിലാണ്ടിക്കാര് സംസാരിക്കുന്നത് വളരെ തികച്ചും വ്യത്യസ്തമാണ്. അപ്പോ ഇവരെല്ലാം ഒന്നാണ്, കേരളീയരാണ്, മലയാളികളാണെന്ന് പറയുമ്പോൾ തന്നെ വ്യത്യസ്തത. അപ്പൊ ഇവയ്ക്ക് ആധാരമാകുന്ന അണ്ടർലൈങ് ആയിട്ടുള്ള ആ ബാക്ക് ബോൺ എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ളത് എന്താണ് എന്ന് അന്വേഷിച്ചാൽ ഇവിടെ നമ്മൾ കാണുന്ന ഏത് മനുഷ്യനെ എടുത്തു കഴിഞ്ഞാലും, ഏത് വിഭാഗത്തിൽപ്പെട്ടവരെ എടുത്തു കഴിഞ്ഞാലും, ഏത് ഭൂഖണ്ഡത്തിലുള്ളവരെ എടുത്തു കഴിഞ്ഞാലും എല്ലാവർക്കും അടിസ്ഥാനപരമായിട്ട് ഒന്നേ ഉള്ളൂ, അത് പ്രകൃതിയാണ്. മതങ്ങളുടെ കാര്യത്തിൽ തന്നെ നോക്കൂ, ഈശ്വരനെ കുറിച്ച് എന്തൊക്കെ സങ്കല്പങ്ങളാണുള്ളത്. ഈശ്വരൻ എന്ന് പറയുന്നത് ശരിയോ തെറ്റോ അതവിടെ ഇരിക്കട്ടെ. ഈശ്വരൻ എന്നുള്ളതിനെ കുറിച്ച് ഈശ്വരൻ പുറത്താണെന്ന് പറയുന്നു കുറച്ചു പേര്, ഈശ്വരൻ അകത്താണെന്ന് പറയുന്നു, ഈശ്വരൻ പ്രകൃതിയിലാണെന്ന് പറയുന്നു, ഈശ്വരൻ എന്നുള്ളത് മനസ്സാണെന്ന് പറയുന്നു, സത്യമാണെന്ന് പറയുന്നു. ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്ന് പറയുന്നു. പലതരത്തിലാണ് ഈശ്വരനെ വ്യാഖ്യാനിക്കുന്നത് പോലും. അപ്പോ വ്യത്യസ്ത വ്യാഖ്യാനങ്ങളും വ്യത്യസ്ത തർക്കങ്ങളും നടക്കുന്ന ഈ അവസ്ഥയിൽ ഈശ്വരനെ നമുക്ക് സമീപിക്കാൻ പ്രകൃതി എന്നുള്ള ഏകകത്തെ ആധാരമാക്കിയിട്ട്, പ്രകൃതി എന്നതിനെ ആധാരമാക്കിയിട്ട് നമുക്ക് എങ്ങനെയാണ് അറിയേണ്ടത്, സമീപിക്കേണ്ടത് എന്നതാണ് നമ്മുടെ ഇവിടുത്തെ വിഷയം. നിങ്ങളുടെ ചിന്തയെ പ്രക്ഷോഭം ചെയ്യുക എന്നതാണ് എൻ്റെ ഇപ്പോഴത്തെ ധർമ്മം. അതിനുള്ള ചില വകകൾ ഞാൻ അങ്ങോട്ട് ഇട്ടുതരാം. അതിനുശേഷം നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലൂടെ നമുക്ക് കാര്യങ്ങളെ സംസാരിച്ച് മുന്നേറിപ്പോകാം. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഞാൻ ഈ സംസാരിക്കാൻ അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ഈ അവതരണമാണ്. ഞാൻ സാധാരണ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ വഴിയാണ് ചെയ്യുക. ഇന്ന് ഈ സഹവാസത്തിന്റെ ഒക്കെ തിരക്കുകളിലാണ് നമ്മൾ. അപ്പോ പവർ പോയിന്റ് പ്രസന്റേഷൻ ഇല്ല, പകരം നേരിട്ട് കുറച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കാം. അതിനുശേഷം നമുക്ക് ചർച്ച ചെയ്യാം. ചോദ്യങ്ങളുള്ളവർ ചോദിക്കുക, അതിന് മറുപടി തരുന്നതിലൂടെ അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ വിഷയത്തിലേക്ക് പോകുന്നത്. അതിനുശേഷം ഇവാലുവേഷൻ കൂടെ കഴിഞ്ഞിട്ട് വേണം പോകാൻ. ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, പ്രകൃതി എന്നുള്ള ആ ഒരു ഏകത്തെ ആധാരമാക്കിയിട്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഇപ്പൊ കഴിഞ്ഞ ഒരു കാലത്ത് സസ്റ്റൈനബിൾ ആകാൻ ഉദ്ദേശിക്കുന്ന, നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ ഓൺലൈനായിട്ട് നമ്മൾ നടത്തി. നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നതിന് മുമ്പ് ഇവിടെയുള്ള പുതിയ ചില ആളുകൾക്ക് തോന്നുന്നു എന്താ ബാക്കിയുള്ളവർക്ക് നിലനിൽക്കണം എന്ന് തോന്നലില്ലേ? ഇല്ല, ബാക്കിയുള്ളവർക്ക് തോന്നലില്ല, മനസ്സിലാവില്ല. നമ്മുടെ നിലനിൽപ്പ് അപകടത്തിലാണെന്നുള്ള മനസ്സിലാവില്ല. കൊറോണ കാലത്ത് കുറെ പേര് നിലനിൽപ്പിനെ കുറിച്ച് അന്വേഷിച്ചുമൊക്കെ കുറച്ചുപേര് വന്നിരുന്നു. കുറച്ചുപേര് ഇതൊക്കെ അന്വേഷിച്ചു വന്നിരുന്നു. അപ്പൊ അവർക്ക് മനസ്സിലായി അവരുടെ നിലനിൽപ്പ് അപകടത്തിലാണെന്ന്. അതുകൊണ്ട് നമ്മൾ അതിജീവന മന്ത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോഴ്സ് ഒക്കെ നടത്തിയപ്പോ അതിന് ഏതാണ്ട് 650 പേരാണ് വന്ന് ജോയിൻ ചെയ്തത്. കേരളത്തിലെ പ്രബുദ്ധരായ ജനതയ്ക്ക് ഇതൊക്കെ മനസ്സിലായല്ലോ എന്ന് ഞങ്ങളങ്ങ് ഭയങ്കരമായിട്ട് ഉന്മാദത്തിലേക്ക് ചെന്നു. ലോക്ക്ഡൌൺ അങ്ങ് പിന്മാറി ഈ 650 പേരും ഏത് വഴിക്ക് പോയെന്ന് ആർക്കും അറിയില്ല. കാരണം ജനത്തിന് പ്രശ്നമുണ്ടാകുന്നു തോന്നുമ്പോൾ പരിഹാരമാണ് ഉണ്ടാവേണ്ടത്. അപ്പോ പരിഹാരം എന്ന് പറയുന്ന സംഭവം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? അടിസ്ഥാനപരമായി എന്താണോ ഉള്ളത് അതിൽ നിന്നാണ് പരിഹാരം ഉണ്ടാവുക. അപ്പോ നമ്മൾ ഈ കോമൺ ആയിട്ട് നിൽക്കേണ്ട കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പലർക്കും ഇപ്പൊ വാക്സിൻ വന്നപ്പോൾ അതുപോലെയുള്ള ചില ഇപ്പൊ ലോക്ക്ഡൌണുകൾ, ഇനിയും വരാൻ പോകുന്ന ലോക്ക്ഡൌണുകൾ, ശമ്പളമില്ലായിക, പിന്നെ ഇനി കാലാവസ്ഥ ലോക്ക്ഡൌണുകൾ ഇനി വരാൻ പോകുന്നു, പിന്നെ അതുപോലെ തന്നെ സ്വകാര്യ സ്വത്ത് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പോകുന്നു, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് മുഴുവനായിട്ടും ജോലി നഷ്ടപ്പെടാൻ പോകുന്നു. ഇങ്ങനെയുള്ള കുറേയേറെ വലിയ വിപത്തുകൾ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു. ഇതൊന്നും വിപത്തല്ല, അനിവാര്യതകളാണെന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള അവസ്ഥകൾ വന്നു പോകുന്നുണ്ട്. പക്ഷെ മനുഷ്യർ ഇപ്പോഴും ഭയങ്കര കംഫർട്ട് സോണിലാണ് ജീവിക്കുന്നത്. ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാലാണ് എല്ലാം ശരിയാവുക എന്നുള്ള ധാരണയിലാണ് ജീവിക്കുന്നത്. കുറച്ച് പേർക്ക് മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെ പോയാൽ പറ്റില്ല. 2030 വരുന്ന ടോട്ടൽ റീസെറ്റ് എന്നുള്ള അവസ്ഥ വരുമ്പോൾ നമുക്കിനി ഇങ്ങനെ നിന്നാൽ പറ്റില്ല, നമ്മൾ വഴിമാറിയേ പറ്റൂ എന്ന് ചിലർക്ക് മനസ്സിലായിട്ട് അവർ ഒത്തുകൂടാൻ തയ്യാറായി. ഈ ഒത്തുകൂടാൻ തയ്യാറാവുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്ക് അണ്ടർലൈങ് ആയിട്ടുള്ള ഒരു പൊതുവിശ്വാസമില്ല. ചിലർ മതത്തെ വിശ്വസിക്കുന്നു, ചിലർ പണത്തെ വിശ്വസിക്കുന്നു, ചിലർ ക്യാപിറ്റലിസത്തെ വിശ്വസിക്കുന്നു, ചിലർ കമ്മ്യൂണിസ്റ്റെ വിശ്വസിക്കുന്നു, ചിലർ ജാതിയെ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ചിലർ ഭാഷയെ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ചിലർ മനസ്സിനെ വിശ്വസിക്കുന്നു, ചിലർ ഈശ്വരനെ വിശ്വസിക്കുന്നു. പല വഴിക്കാം. കോമൺ ആയിട്ടുള്ള ഒരു വിശ്വാസമില്ല. കോമൺ ബിലീഫ് ഇല്ലാതെ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിറ്റിക്ക് മുമ്പോട്ട് പോകാൻ കഴിയുക, ഒരു ലക്ഷ്യത്തിലേക്ക് പോകാൻ കഴിയുക? അവിടെ ആ കോമൺ ആയിട്ടുള്ളത് എന്തായിരിക്കണം എന്ന് അന്വേഷിച്ചപ്പോൾ നമ്മൾ എത്തിയ ഇടം പ്രകൃതി എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഈ പ്രകൃതി എന്ന് പറയുന്നതിനെ ആധാരമാക്കിയിട്ട് ഈശ്വരൻ എന്നുള്ളൊരു അവസ്ഥയെ മനസ്സിലാക്കാൻ നമുക്കൊരു ചെറിയ ശ്രമം നടത്താം. അറിയുന്നതിൽ നിന്നും അറിയാത്തതിലേക്ക് യാത്ര ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ജ്ഞാനാന്വേഷണത്തിന്റെ ഒരു പെഡഗോജി. അപ്പോൾ നമുക്ക് അറിയുന്നത് എന്താണ് പ്രകൃതി. എന്താണ് പ്രകൃതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കാണുന്ന മരം, ഇവിടെ കാണുന്ന പുഴ, എവിടെ ചെയ്യുന്ന മഴ, ഇതാണ് നമ്മളെ സംബന്ധിച്ചോളം പ്രകൃതി. ഒരിക്കലും ഞാൻ അതിനകത്തില്ല. ഉണ്ടോ? ആധുനിക മനുഷ്യന്റെ
ഇപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ നിരന്തരമായിട്ട് കേൾക്കുന്ന ആളുകൾക്കൊക്കെ ഇത് മനസ്സിലാവും. ഇത് കേൾക്കാത്ത ആളുകൾക്ക്, പൊതുജീവിതത്തിൽ നിന്നും വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി എന്ന് വെച്ചാൽ മൂന്നാറിലോ നെല്ലിയാമ്പതിയിലോ അല്ലെങ്കിൽ വയനാട്ടിലോ ഉള്ള സാധനമാണ്. നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതാണ് പ്രകൃതി എന്നാണ് വിചാരം. നമ്മുടെ അടുത്ത് ഇല്ല എന്നുള്ളത്. പ്രകൃതി എന്ന് പറയുന്നത് അവിടെ ഇവിടെയും കാണുന്ന മരങ്ങളും ചെടിയും കൊടിയും ഒന്നും അല്ല. അവ അല്ല എന്നല്ല പറയുന്നത്. അവ മാത്രമല്ല, അല്ലെങ്കിൽ അവയിലല്ല നിൽക്കുന്നത്. അത് ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയോ അവിടെയാണ്. ഞാൻ നിൽക്കുന്ന സ്ഥലം, ഞാൻ എന്റെ കാൽപാദങ്ങൾ നിൽക്കുന്ന സ്ഥലം, അത് എവിടെയോ അവിടെയാണ്. അതിന് മുകളിൽ നിൽക്കുന്നത് എന്താണ്? ഞാനാണ്. ഞാൻ തന്നെയാണ് പ്രകൃതി. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അനൽ ഹക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈശ്വരനെ, ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വ്യാഖ്യാനിച്ചപ്പോ അയാളെ കൊന്നുകളഞ്ഞല്ലോ. അതുപോലെ തന്നെ ഞാൻ തന്നെയാണ് പ്രകൃതി എന്ന് പറയുമ്പോൾ കൊന്നുകളയണമെന്ന് തോന്നുന്നവർക്ക് കൊന്നുകളയാം. പക്ഷെ നിങ്ങൾ പ്രകൃതിയെ വേറെ എവിടെയാണ് തപ്പുക? ബാക്കി കാണുന്ന സ്ഥലങ്ങളിലും കാടുകളിലും പുഴകളിലുമൊക്കെയാണ് പ്രകൃതി ഉള്ളത്? അല്ല. പ്രകൃതി വെച്ചാൽ പ്രകർഷേണ കൃതമായത്, സവിശേഷമായ രീതിയിൽ രൂപം കൊണ്ടിട്ടുള്ളത്. ലോകത്തെ ഏറ്റവും സവിശേഷമായ രീതിയിൽ രൂപം കൊണ്ടത് എന്താണ്? നിങ്ങളാണ്. നിങ്ങൾ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും സവിശേഷമായത്. നിങ്ങൾക്കറിയാവുന്നതിൽ ഏറ്റവും നന്മയുള്ളത്, നിങ്ങൾക്കറിയാവുന്നതിൽ ഏറ്റവും തിന്മയുള്ളത്, നിങ്ങൾക്കറിയാവുന്നതിൽ ഏറ്റവും ബുദ്ധിയുള്ളത്, നിങ്ങൾക്കറിയാവുന്നതിൽ ഏറ്റവും സൗന്ദര്യമുള്ളത് നിങ്ങൾ തന്നെയാണ്. അപ്പോ ആ നിങ്ങളാണ് വിശിഷ്ടമായത്. നിങ്ങളെന്ന വിശിഷ്ടമായിട്ടുള്ള ആ ഒരു സംവിധാനത്തിന്, നിങ്ങളെന്ന വിശിഷ്ടതയ്ക്ക് കാരണമായത് എന്താണ്? പ്രകർഷേണ കൃതമായത്, സവിശേഷമായത് രൂപം കൊണ്ടതാണ് നിങ്ങൾ. ആ സവിശേഷമായ രൂപം കൊണ്ട ശരീരമാണ് ഈ കാണുന്നത്. നിങ്ങളെന്ന് വിളിക്കുന്ന ആ ശരീരം, അതിനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ പ്രകർഷേണ കൃതം ആയത് നിങ്ങളുടെ പ്രകൃതി എന്ന് പറയുന്നത്, നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നത്. നിങ്ങളുടെ ശരീരത്തിന് ഒരു പ്രത്യേക ഘടനയുണ്ട് കേട്ടോ, സവിശേഷമായ ഒരു ഘടനയുണ്ട്, അല്ലെ? തലയുടെ സ്ഥാനത്താണ്, കാലിന്റെ സ്ഥാനത്താണ്. എന്നുവെച്ചാൽ നടക്കേണ്ടയിടത്ത് കാല്, നടക്കേണ്ടാത്തയിടത്ത് അതിൽ നിന്നും പരമാവധി ദൂരെ തല, കാര്യങ്ങൾ ചെയ്യേണ്ടയിടത്ത് കൈ, മുൻപിൽ കണ്ണ്, വശത്ത് കാത്. ഇതെല്ലാം നല്ല ചന്തമായിട്ട് ഘടന ചെയ്തിട്ടുണ്ട്. ഇതേ ഘടന തന്നെ വേറൊരു രൂപത്തിൽ പശുവിൽ ചെയ്തിരിക്കുന്നു, മറ്റൊരു രൂപത്തിൽ പൂമ്പാറ്റയിൽ ചെയ്തിരിക്കുന്നു. ഇതാണ് പ്രകൃതി. ഈ ഘടനയാണ് പ്രകൃതി എന്ന് പറയുന്നത്. അത് ഘടന എന്നത് വെറും ഘടനയാണോ? വെറുതെ നമ്മളൊരു 10 ഈർക്കൽ എടുത്തിട്ട്, കുട്ടികൾ ചെറിയ മറ്റേ ഗാഡ്ജറ്റ്സ് ഉണ്ടാക്കുന്ന പോലെ 10 ഈർക്കൽ എടുത്തിട്ട് നൂല് കൊണ്ട് കെട്ടി ഒരു കൂടാരം പോലൊരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരു സ്ട്രക്ചറാണ്. പക്ഷെ ആ സ്ട്രക്ചറിന് ഇന്റഗ്രിറ്റി എന്ന് വെച്ചാൽ അതിന് ഒരു പ്രത്യേക ഉദ്ദേശത്തോടുള്ള ചേർന്ന് നിൽപ്പുണ്ടാകുന്നില്ല. എന്റെ ശരീരത്തിൽ കൃത്യമായിട്ടുള്ള ഒരു പർപ്പസ് ഉണ്ട്. എന്റെ ശരീരത്തിന് കൃത്യമായ ഒരു ഉദ്ദേശ്യമുണ്ട്, കൃത്യമായ ഒരു വഴിയുണ്ട്. ആ കൃത്യമായ വഴിയിലേക്ക് പാകത്തിൽ ഉണ്ടായിട്ടുള്ള ഘടനയാണ് എന്റേത്. അതുകൊണ്ട് ഇതിനെ ഘടനാസമഗ്രത എന്നാണ് പറയുക, സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി എന്നാണ് പറയുക. ഘടനാസമഗ്രതയുള്ള ശരീരം. ഇതെങ്ങനെയാ ഉണ്ടായത്? എങ്ങനെയാണ് ഈ ഘടനാസമഗ്രത ഉണ്ടായത്? ഈ ഘടനാസമഗ്രതയുള്ള ശരീരത്തിൽ എനിക്ക് പെട്ടെന്ന് ഇവിടെ ഒരു ചെറിയ മുറിവ് വന്നു. അയ്യോ, ഒരു മുള്ളു ഉള്ളിൽ കൂടെ കയറിപ്പോ, അയ്യോ ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് നമ്മൾ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. മുറിവ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു 2 ആഴ്ച കൊണ്ട് നമ്മളൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇത് വീണ്ടും പഴയപടിയാവും. സ്കിന്നൊക്കെ പഴയപടി. നിങ്ങളുടെ ശരീരത്തിൽ എത്ര കുരുക്കൾ വന്നിട്ടുണ്ട്, എത്ര പോറലുകൾ വന്നിട്ടുണ്ട് കുട്ടിക്കാലത്തൊക്കെ. എന്നിട്ട് അതൊക്കെ എവിടെ ഇപ്പോ? ഇതെല്ലാം പോയില്ലേ? ചികിത്സിച്ചിട്ട് പോയവ ഉണ്ടായിരിക്കും. കാരണം നമ്മളൊക്കെ സായിപ്പിന്റെ ആശുപത്രിയുടെ ഭക്തന്മാരാണല്ലോ, അതുകൊണ്ട് ചികിത്സിച്ച് പോയതുണ്ടായിരിക്കും. ചികിത്സിക്കാതെ പോയ എത്രയോ കാര്യങ്ങളില്ലേ നിങ്ങളുടെ ശരീരത്തിൽ? എങ്ങനെയാ ചികിത്സിക്കാതെ പോയത്? ശരീരത്തിൽ ഇതുണ്ടായി, കുറച്ചു നാളൊന്നും ചെയ്തില്ലെങ്കിൽ അതങ്ങ് പോകും. അപ്പോ ഒരു കേടുപാട്, ഒരു മാർക്ക് ഉണ്ടായാൽ, ഒരു ആഘാതം ഉണ്ടായാൽ അതിനെ തിരുത്തുവാനുള്ള സംവിധാനം നിങ്ങളുടെ ശരീരത്തിനകത്ത് എവിടെയോ ഉണ്ട്, അല്ലെ? ഇന്നലെ നിങ്ങൾ കുടിച്ച കഞ്ഞി അല്ലെങ്കിൽ കാപ്പി, അതല്ലെങ്കിൽ മറ്റൊന്ന്, ഇന്ന് നിങ്ങളുടെ രൂപത്തിലല്ലേ നിൽക്കുന്നത്? ഇന്നലെ മിനിഞ്ഞാന്ന് ഏതോ വയലിലായിരുന്ന സാധനം ഇന്നലെ കഞ്ഞിയുടെ രൂപത്തിൽ നിങ്ങളിലേക്ക് വന്നു. ഇപ്പോൾ ഇത് നിങ്ങളായി മാറി. അപ്പോ ഏതോ വയലിൽ കിടക്കുന്ന സാധനത്തെ നിങ്ങളിലൂടെ കൊണ്ടുവന്ന് നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമാക്കി, നിങ്ങളുടെ ഘടനയാക്കി മാറ്റുന്ന ആ ഒന്ന് ശരീരത്തിനകത്തുണ്ട്. കേടുപാട് വന്നാൽ തിരുത്താൻ പറ്റുമോ? അതിന് എവിടെയോ കിടക്കുന്നതിനെ ഉപയോഗിച്ച് നിങ്ങളെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ തന്നെയല്ലേ അമ്മയുടെ വയറ്റിൽ ആദ്യം രൂപം കണ്ടപ്പോ അത് വളരെ ചെറിയൊരു അണുവിന്റെ രൂപത്തിലായിരുന്നു. അവിടെ നിന്നാണ് അമ്മയുടെ ചുറ്റുപാടിൽ നിന്നും വേണ്ടുന്നതെല്ലാം സ്വീകരിച്ച് കയ്യും കാലും തലയും ഈ കാണുന്ന ഘടനയൊക്കെ ഉണ്ടാക്കിയെടുത്തത്. ഈ പറയുന്ന വലിയ ഘടനാസമഗ്രത മുഴുവൻ ഉണ്ടാക്കിയെടുത്തത്
ആ സംഭവം തന്നെയല്ലേ നമ്മൾ അതിനെയാണ് ജീവൻ എന്ന് പറയുക അല്ലെ. ജീവനാണ് ഇതിനെല്ലാം ഇങ്ങനെ എങ്ങനെ 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 കോർത്തിണക്കിയെടുത്തത്. ജീവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അത് സ്വയമേവ അതിന്റെ ചുറ്റുപാടിൽ നിന്നും വേണ്ടത് എന്തെന്ന് മനസ്സിലാക്കുന്നു, എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ എടുക്കുന്നു, എന്നിട്ട് അതിനെ എവിടെയെങ്കിലും കേടുപാടുണ്ടെങ്കിൽ അതിനെ തിരിച്ചു മാറ്റി വീണ്ടും പ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം അതിന്റെ ഘടനയ്ക്ക് എന്തെങ്കിലും ആഘാതം വരുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ എന്റെ നേരെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ റിഫ്ലക്സ് കൊണ്ട് ഞാൻ തടുത്തു നിർത്തുന്നു. അപ്പൊ അങ്ങനെ റിഫ്ലക്സ് വഴി ഒക്കെ കൈകാര്യം ചെയ്തുകൊണ്ട് എന്റെ ശരീരത്തെ സുരക്ഷിതമായി സൂക്ഷിക്കുന്നു. അതായത് ശരീരത്തെ സ്വയം രൂപീകരിക്കുന്നു, സ്വയം സംഘടിപ്പിക്കുന്നു, സ്വയം പരിചരിക്കുന്നു, സ്വയം സംരക്ഷിക്കുന്നു, സ്വയം വംശീകരിക്കുന്നു. ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സംഭവത്തെയാണ് ജീവൻ എന്ന് പറയുക. ആ ജീവൻ തന്നെയല്ലേ എന്റെ ഈ ഘടനാപരമായ ശരീരത്തെ ഉണ്ടാക്കിയത്. അപ്പോ ഞാൻ ആദ്യം പറഞ്ഞു പ്രകൃതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരമാണെന്ന് ആദ്യം പറഞ്ഞു. ശരീരമാണ് എന്ന് പറയുന്നത് അപ്പൊ ഒന്ന് ശരീരം, ഈ ശരീരത്തെ ഉണ്ടാക്കിയത് എന്താണ് എന്ന് പറഞ്ഞു. ഇപ്പോ അതാണ് ജീവൻ. ഈ ശരീരത്തെ ഇങ്ങനെ രൂപപ്പെടുത്തിയത്, ഇപ്പോഴും നിലനിർത്തുന്നത്, എപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അത് ജീവനാണ്. ജീവൻ എന്തിനാണ് ഇതിനെ ഉണ്ടാക്കിയത്? ഇപ്പൊ എന്റെ കൈ ഉണ്ടാക്കിയത് എന്തിനാ? എന്റെ കൈ ഉണ്ടാക്കിയത് വെച്ചാൽ പുറംചൊറിയാനും, മുമ്പിൽ കാണുന്നത് എടുത്തു മാറ്റാനും, മുമ്പിൽ കിട്ടുന്ന സാധനങ്ങളെ പറിച്ചു തിന്നാനും ഒക്കെയാണ് അല്ലെ. അതിനാണ് ധർമ്മം എന്ന് പറയുക. എന്റെ കൈ ഉണ്ടാക്കിയിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എനിക്ക് ശരീരമുണ്ട്, ശരീരത്തെ ഉണ്ടാക്കിയ ഒരു ജീവനുണ്ട്. ജീവൻ ശരീരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ പ്രത്യേക കാര്യം ചെയ്യാൻ വേണ്ടിയാണ് ഈ ശരീരത്തെ ഉണ്ടാക്കിയതെങ്കിൽ ആ ചെയ്യേണ്ട കാര്യമെന്തോ അതാണ് ധർമ്മം എന്ന് പറയുന്നത്. എന്റെ ശരീരത്തിന് ഒരു ധർമ്മമുണ്ട്. ആ ധർമ്മം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് അവയവങ്ങളുള്ളത്. ഈ ശരീരത്തിന്റെ വിവിധ കുട്ടി സാധനങ്ങൾ ഉള്ളതൊക്കെ തന്നെ ഈ ധർമ്മത്തെ നടപ്പിലാക്കാൻ വേണ്ടിയാണ്. ഈ ധർമ്മത്തെ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഒരു ആസൂത്രണ പരിപാടിയുണ്ട്. അപ്പൊ എനിക്ക് പുറം ചൊറിയുന്നുവെങ്കിൽ ഞാൻ പുറം ചൊറിയുന്നു എന്ന പ്രക്രിയ ചെയ്യണം. പുറം ചൊറിയുന്നു എന്ന പ്രക്രിയ ചെയ്യണമെങ്കിൽ എന്റെ കൈ പൊക്കണം, കൈ പൊക്കിയിട്ട് അവിടെ കൊണ്ടുപോകണം. ഇവിടെ തന്നെയാണോ ചൊറിഞ്ഞത്, അപ്പുറത്താണോ ചൊറിഞ്ഞത്, ഇപ്പുറത്താണോ ചൊറിഞ്ഞത് എന്നൊക്കെ ആലോചിച്ച് കണ്ടുപിടിച്ച് ചെയ്യണം അല്ലെ. അപ്പൊ ഇതൊന്ന് ആസൂത്രണം ചെയ്യണം. ആ ചെയ്യുന്ന പണിയാണ് കർമ്മം എന്ന് പറയുന്നത്. ഞാൻ പുറത്തിങ്ങനെ മാന്തുന്നു എന്നുള്ളതാണ് കർമ്മം. മാന്തുന്നതിന് പകരം എന്റെ ഇവിടെ ഒരു പെൻസിലിന്റെ തലപ്പത്ത് മോൻ വാങ്ങിച്ചുണ്ടാക്കിയ കൈ ഇങ്ങനെയുള്ള ഒരു സാധനം പുറംമാന്തി ഉണ്ടല്ലോ, ആ പുറംമാന്തിയുടെ ടോപ്പുള്ള പേനയാണെങ്കിൽ ആ പേന എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ആക്കിയാലും മതി. എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ പിന്നീട് തീരുമാനിക്കണം. ചെയ്യണം എന്നുള്ളതാണ് ധർമ്മം, എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് കർമ്മം. ഈ ധർമ്മത്തെ കർമ്മമാക്കി മാറ്റുന്നത്, ചെയ്യണം എന്നുണ്ട്, പുറം ചൊറിയണം എന്നുണ്ട്, അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നതിനെയാണ് നമ്മൾ മനസ്സ് എന്ന് പറയുന്നത്. തീരുമാനിക്കുന്ന ആസൂത്രണ സംവിധാനം. അപ്പോ ശരീരമുണ്ട്, ജീവനുണ്ട്. ജീവന് എങ്ങനെ നടപ്പിലാക്കണം എന്നറിയാൻ അത് ആസൂത്രണം ചെയ്യുന്ന ഒരു മനസ്സുണ്ട് നമുക്ക്. എവിടെ ചൊറിയണം? പുറം ചൊറിയണം. എങ്ങനെ ചൊറിയണം? ഈ അളവിൽ ചൊറിയണം. എത്രത്തോളം ചൊറിയണം? ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ ഉണ്ടല്ലേ. ഈ ചോദ്യങ്ങളെയൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കുക? അത് ഞാൻ എൻ്റെ പരിസരത്തോടുള്ള ഇടപെടൽ കൊണ്ടാണ്. പരിസരത്തോട് ഇടപെടുന്നതിലൂടെ, പരിസരത്തോട് പൊരുത്തപ്പെടുന്നത് വഴി, പൊരുത്തപ്പെടുന്നതിനെ അനുരൂപപ്പെടുക എന്നാണ് പറയുക. പരിസരത്തോട് പൊരുത്തപ്പെടാനുള്ള എൻ്റെ ഒരു കഴിവുണ്ട്. ചിലർക്ക് ആ കഴിവ് കൂടുതലുണ്ടാവും, ചിലർക്ക് ആ കഴിവ് കുറച്ചായിരിക്കും. ചിലർക്ക് ഇങ്ങനെയാണ് പൊരുത്തപ്പെടേണ്ടതെന്ന് നേരത്തെ അറിഞ്ഞു വയ്ക്കും. ചിലർക്ക് പൊരുത്തപ്പെടേണ്ടത് എങ്ങനെയാണെന്ന് ഒട്ടും മനസ്സിലാവൂല ഇല്ലേ. നമ്മൾ അങ്ങനെയുള്ള ഒരുപാട് പേരെ കേട്ടിട്ടില്ലേ. ആ പൊരുത്തപ്പെടാനുള്ള ശേഷി, ഒരു പരിസരത്തോട്, നമ്മുടെ പരിസ്ഥിതിയോട്, നമ്മുടെ എൻവയോൺമെന്റിനോട് പൊരുത്തപ്പെടാനുള്ള നമ്മുടെ ശേഷി, ആ പൊരുത്തപ്പെടാനുള്ള ശേഷിയാണ് അനുരൂപനം എന്ന് പറയുക. ഇതിനെ തന്നെ നാട്ടിൻപുറത്ത് നമ്മൾ അറിവ് എന്ന് പറയും. കുറച്ചുകൂടെ സംസ്കൃതത്തിൽ പറയും ജ്ഞാനമെന്ന്. അപ്പോ അറിവ്, ജ്ഞാനം, അനുരൂപനം, പൊരുത്തമാകൽ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഇത് നമ്മുടെ ഉള്ളിലുണ്ട്. അതാണ് മനസ്സിലാക്കുക. എവിടെ ചൊറിയണം, എത്ര ചൊറിയണം, എങ്ങനെ ചൊറിയണം എന്നുള്ളതൊക്കെ ആ അനുരൂപനമാണ് തീരുമാനിക്കുക. അപ്പോ ശരീരത്തെ നമ്മൾ ശരീരമായിട്ട് മനസ്സിലാക്കണം, ഒരു വ്യക്തിയായിട്ട് മനസ്സിലാക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയല്ല വിളിക്കുക കേട്ടോ. സന്തോഷിന്റെ ബോഡി എന്നാണ് പറയാ. സന്തോഷ് പോയി, സന്തോഷിന്റെ ബോഡി, അവശേഷിപ്പിച്ച സാധനം, ആ ബോഡി എന്നാണ് അവിടെ പറയാ. അപ്പൊ മരിക്കുന്നത് വരെ ആണ് നമ്മൾ സന്തോഷ കൂടിയുള്ളത്. അപ്പൊ അതുപോലെ ആ ബോഡിയാണ് ഇത്. ബോഡിക്ക് അതിന്റെ ഒപ്പം ആ ബോഡിയെ രൂപകൽപ്പന ചെയ്തത്, രൂപീകരിച്ചതെന്തോ അതാണ് ജീവൻ. അതെങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നതാണ് മനസ്സ്.
എവിടെ പ്രവർത്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കുന്നതാണ് എന്താ ജ്ഞാനം എന്ന് പറയുന്നത്. എന്തളവിൽ ചെയ്യണം, എന്ത് ശക്തിയിൽ ചെയ്യണം, ഏത് വിധത്തിൽ ചെയ്യണം എന്നൊരു തീരുമാനം കൂടി അതിനുണ്ട്. അതിനെയാണ് നമ്മൾ ചൈതന്യം എന്ന് പറയുക. അതിന് ഫണ്ടമെന്റൽ ഫോഴ്സ് എന്നാണ് പറയാ. ഞാനിതിപ്പോ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി 5 രൂപത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ഇത് ഓരോന്നും എന്താണെന്നും ഏതാണെന്നും ഒക്കെ നിങ്ങൾക്ക് ചോദ്യമുണ്ടെങ്കിൽ ഇതിന്റെ ഇനിയൊരു 25 ഡയമെൻഷൻസ് നമുക്ക് പറയാൻ പറ്റും. അതായത് ടോട്ടലി 5 × 5 × 5 125 ഡയമെൻഷൻസ് ആണ് അതിനകത്തുള്ളത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ പറയുന്നില്ല. അതൊക്കെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അന്വേഷിച്ചു പോകുന്നവർക്ക് അതിലേക്ക് എത്തിക്കാം. ഓക്കെ, അപ്പോ ഈ പറയുന്ന 5 കാര്യങ്ങളും ഉണ്ടല്ലോ, ഈ 5 കാര്യങ്ങളും കൂടെ ചേർന്നതാണ് ഒരു വ്യക്തി എന്ന് പറയുന്നത്. ഞാനെന്ന് പറയുന്നത് അതാണ്. ഞാനൊരു ടംബ്ലറിനെ എടുക്കുകയാണെങ്കിൽ ഈ ടംബ്ലറിന് ഈ 5 കാര്യങ്ങളുണ്ട്. ജീവിക്ക് ആ 5 അവസ്ഥകളും കുറച്ച് വിപുലമായിരിക്കും. മനുഷ്യന് ആ 5 അവസ്ഥകൾ വളരെ വിപുലമാണ്. ശരീരം വളരെ വിപുലമാണ്, വളരെ സങ്കീർണമാണ്. ജീവൻ വളരെ സങ്കീർണമാണ്, മനസ്സ് വളരെ സങ്കീർണമാണ്, ജ്ഞാനം വളരെ സങ്കീർണമാണ്, ചൈതന്യം വളരെ സങ്കീർണമാണ്. ഓക്കെ, അപ്പോ ഇങ്ങനെ സങ്കീർണമായി നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിലെ ഈ രണ്ടാമത് പറഞ്ഞ സാധനത്തിന്റെ പേരാണ് ജീവൻ എന്ന് പറയുന്നത്. ജീവനാണ് ഈ ശരീരത്തെ മുഴുവൻ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത്, രൂപീകരിക്കുന്നത്, പ്രവർത്തിപ്പിക്കുന്നത് ഒക്കെ. ബാക്കിയെല്ലാം ജീവന്റെ അനുബന്ധങ്ങളാണ്. ഈ ശരീരം പോലും ജീവന്റെ അനുബന്ധമാണ്. അപ്പോ നമ്മൾ അവിടെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞു ശരീരമാണ് നമ്മളൊരു വ്യക്തി എന്ന് പറഞ്ഞു. ശരീരത്തെ ഉണ്ടാക്കിയത് ജീവനാണെന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു, തിരിച്ചു പറയാം, ജീവനാണ് ആദ്യത്തെ, ജീവനാണ് ശരീരത്തെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ജീവനാണ് മുഖ്യം, ജീവനാണ് പ്രധാനം. മനസ്സിലാവുന്നുണ്ടോ? ജീവനാണ് പ്രധാനം എന്ന് പറയുന്നത് മനസ്സിലാകുന്നുണ്ടാകുമെന്ന് കരുതുന്നു. ഇനി നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത് എന്നൊരു ചെറിയ ഒരു കാര്യം കൂടെ നോക്കാം. നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്? പ്രപഞ്ചം, നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. പ്രപഞ്ചം എന്ന മഹാസംവിധാനം, അതിനകത്ത് ഒട്ടേറെ ഗാലക്സികൾ ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. ഗാലക്സികൾക്കകത്ത് തന്നെ ഒരുപാട് സൗരയൂഥങ്ങൾ ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. സൗരയൂഥങ്ങൾക്കകത്ത് തന്നെ ഒരുപാട് ഗ്രഹങ്ങൾ ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടോ, പോയി കണ്ടിട്ടുണ്ടെന്നോ അറിഞ്ഞിട്ടുണ്ടെന്നോ അതാണ് ശരിയെന്നോ ഒന്നും അല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാവും പ്രപഞ്ചത്തിനകത്ത് കുറെ ഗാലക്സികളുണ്ട്, ഗാലക്സികൾക്കകത്ത് കുറെ സൗരയൂഥങ്ങളുണ്ട്, സൗരയൂഥങ്ങൾക്കകത്ത് കുറെ ഗ്രഹങ്ങളുണ്ട്. ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അതിൽ ഒരു ഗ്രഹം ആണ് ഭൂമി. ആ ഭൂമിക്കകത്ത് കുറെ അജൈവ രാശികളുണ്ട്. അതിനകത്ത് കുറെ ജീവരാശികളുണ്ട്, പട്ടി രാശി, പൂച്ചരാശി, മനുഷ്യരാശിയൊക്കെ. അതില് ഒരു രാശിയാണ് മനുഷ്യരാശി. അതിനകത്ത് കുറെ മനുഷ്യന്മാരുണ്ട്, വ്യത്യസ്ത സമൂഹങ്ങളുണ്ട്. അതിനകത്ത് ഒരു മനുഷ്യനാണ് ഈ സന്തോഷം എന്ന് പറയുന്നത് ഞാൻ. എനിക്കകത്ത് കുറെ അവയവങ്ങളുണ്ട്, അവയവങ്ങൾക്കകത്ത് കുറെ കലകളുണ്ട്, കലകൾക്കകത്ത് കുറെ കോശങ്ങളുണ്ട്, കോശങ്ങൾക്കകത്ത് കുറെ കോമ്പൗണ്ടുകളുണ്ട്, കോമ്പൗണ്ടുകൾക്കകത്ത് കുറെ മൂലകങ്ങളുണ്ട്, മൂലകങ്ങൾക്കകത്ത് കുറെ സബാറ്റോമിക കണങ്ങളുണ്ട്, അതിനകത്ത് വീണ്ടും ക്വാക്കുകളുണ്ട്, ക്വാക്കുകൾക്കകത്ത് വീണ്ടും ഊർജമുണ്ട്, അതിനകത്ത് വീണ്ടും ബോധമുണ്ട്. പ്രപഞ്ചത്തിൽ തുടങ്ങിയാണ്. അകത്ത് ഈ പ്രപഞ്ചത്തിനകത്ത്, പ്രപഞ്ചമെന്ന വലിയൊരു കൂടിനകത്ത് ചെറിയ ചെറിയ കൂടുകളാക്കി ഈ എൻകാപ്സുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എൻകാപ്സുലേഷൻ എന്ന് വെച്ചാൽ അറിയില്ലേ? ഒരു വലിയ കൂടിനകത്ത് കുറെ സാധനങ്ങൾ, അതിന്റെ ഒരു കൂടെടുത്ത് തുറന്നു നോക്കിയാൽ ചെറിയ ചെറിയ, ഇപ്പൊ കഴിഞ്ഞൊരു ദിവസം എന്റെ മോൾക്ക് പിറന്നാൾ സമ്മാനമായിട്ട് ഒരു സാധനം കിട്ടി. ഇതിനു മുമ്പ് അപ്പോഴാണ് ഞാൻ എന്റെ പഴയൊരു കാലം ഓർത്തത്. എന്റെ പണ്ട് എനിക്ക് കുറെ എന്റെ സ്റ്റുഡൻസ് ഒക്കെ കൂടെ ഒരു സമ്മാനം കൊടുത്തു തന്നു. അവരെല്ലാം കൂടെ എന്റെ 4 മണിക്കൂർ 5 മണിക്കൂർ സമയമാണ് ചെലവാക്കിയത്. അവര് 160 പെട്ടികളിലാക്കി, ഒരു പെട്ടിക്കകത്ത് ഒരു പെട്ടി അങ്ങനെ ആക്കിയിട്ട് 100 അങ്ങനെ എന്തോ വലിയൊരു സംഖ്യ, എനിക്ക് ഓർമ്മ വരുന്നില്ല, വലിയൊരു സംഖ്യ എന്ന് വെച്ചാൽ 4 മണിക്കൂർ 4.5 മണിക്കൂർ എടുത്തു മൊത്തം ഓപ്പൺ ചെയ്തെന്ന് ശരിയാക്കി എടുക്കാൻ. ഒരു പേന ഉണ്ടായിരുന്നു അതിനകത്ത്. അതിനുവേണ്ടി വളരെ വലിയൊരു പെട്ടി, ഫ്രിഡ്ജിന്റെ ഒക്കെ വലുപ്പത്തിലുള്ള ഒരു പെട്ടി അങ്ങനെ കൊണ്ട് തന്നിട്ടാണ് അവരെന്നെ കൊണ്ട് പണിയെടുപ്പിച്ചത്. ഇതാണ് എൻകാപ്സുലേഷൻ എന്ന് പറയാം. ഇങ്ങനെ പ്രകൃതിക്കകത്ത്, ആ പ്രപഞ്ചത്തിന്റെ അകത്തകത്ത് കൂടുകൾക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇതെല്ലാം തന്നെ ഇപ്പൊ സൗരയൂഥം എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര വ്യവസ്ഥയാണ്. മനുഷ്യരാശി എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര വ്യവസ്ഥയാണ്. മനുഷ്യൻ എന്ന് പറയുന്ന ആളൊരു സ്വതന്ത്ര വ്യവസ്ഥയാണ്, അല്ലേ? ഞാൻ ഈ വലിയ കഥയൊക്കെ പറയുമ്പോൾ മനുഷ്യൻ ഇതിന്റെ ഇടയിൽ എവിടെയോ നിൽക്കുന്നു. പക്ഷെ നിങ്ങൾ ഇപ്പോ, ഞാൻ പ്രദീപ് എന്ന് ചോദിച്ചിട്ട് പ്രദീപിനെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രദീപ് ഉണ്ടെന്നും ഇല്ലെന്നും ഒക്കെയുള്ള ചില നിരൂപണങ്ങളിലേക്ക് എത്തും. രാജ്മോഹൻ ചേട്ടൻ എങ്ങനെ എത്തും, ആഷിക്ക് എങ്ങനെ എത്തും, കർണദാസിന് എങ്ങനെ എത്തും? നമ്മളെല്ലാം തന്നെ നമ്മുടെ ചില നിരൂപണങ്ങളിലേക്ക് എത്തുമ്പോൾ ഞാൻ എന്റെ കാഴ്ചപ്പാടനുസരിച്ച്, എന്റെ നിലപാടനുസരിച്ച്, ഞാൻ ഇന്നടുത്ത് ജോലി ചെയ്യുന്നു. ഇപ്പൊ ജിമ്മി ചേട്ടൻ ആഫ്രിക്കയിൽ ജോലി ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ എന്റെ ടൈം സോൺ ഇന്നതാണ്.
നമ്മളിങ്ങനെ വ്യത്യസ്ത രീതിയിൽ നമ്മളെ മാറ്റി നിർത്തുന്നത് എന്തുകൊണ്ടാണ്? നമ്മളാണ് ഇതിന്റെ പ്രൈം ഫോം എന്നുള്ള രൂപത്തിൽ മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ ചിന്ത അവിടെ നിന്നാണ് തുടങ്ങുന്നത്, നമ്മുടെ ബോധം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മൾ അവിടെയാണെന്ന് മനസ്സിലാക്കുന്നു എന്ന് മാത്രം. പക്ഷെ നമ്മളാണോ പരമമായിട്ടുള്ളത്? ഈ കൂടിനകത്ത് പോകുന്നതിൽ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ മനുഷ്യൻ എന്നുള്ള അവസ്ഥയിൽ നിന്നിട്ട് നമ്മളെ മനസ്സിലാക്കുന്നു. അത്ര മനസ്സിലാക്കിയാൽ മതി. നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കുന്നു. നമുക്കകത്ത് കുറെ അവയവങ്ങളുണ്ട്. ഈ അവയവങ്ങളൊക്കെ ആരുടെയാ? എന്റെയാണ്. എന്റെ അവയവങ്ങളൊക്കെ എന്റെയാണ്. എന്റെ കമാൻഡിലുള്ളതാണ് എന്റെ അവയവങ്ങൾ. ഈ അവയവങ്ങൾക്കകത്താണ് അതിന്റെ കലകൾ. അത് എന്റെ കമാൻഡിലുള്ള ആണോ? അല്ലല്ലോ. അവയവം എന്റെ കമാൻഡിലാണ്, ശരിയാ. അവയവത്തിനകത്തെ കലകൾ എന്റെ കമാൻഡിലാണെന്ന് പറയാൻ പറ്റുമോ? ഗീർവാണമൊക്കെ അടിക്കാം. അല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ അവയവത്തിന്റെ കൺട്രോളിലാണ് നിങ്ങളുടെ കലകൾ. നിങ്ങളുടെ കൺട്രോളിലാണോ നിങ്ങളുടെ കലകൾ? അല്ല, നിങ്ങളുടെ അവയവത്തിന്റെ കൺട്രോളിലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കലകളെ എന്തെങ്കിലും കൈകാര്യം ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ഒരു കോശത്തെ നിങ്ങൾക്ക് ചലിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് ആകെ ചെയ്യാൻ പറ്റും നിങ്ങളുടെ അവയവത്തെ ചലിപ്പിക്കുക എന്നുള്ളതാണ്. അവയവത്തിന് അതിന്റെ താഴെയുള്ളതിനെ ചലിപ്പിക്കാൻ പറ്റും, അതിന്റെ താഴെയുള്ളത് ചലിപ്പിക്കാൻ പറ്റും. അത്രയും ബലഹീനനാണ് നിങ്ങൾ. അവിടെ നിന്നുകൊണ്ടാണ് ഈ കാര്യത്തെ അളക്കുന്നത്. ഇനി ഈ കൂടുകൾക്കായിട്ടുള്ള ഒരു ഘടനയ്ക്ക് അനുസരിച്ച് നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ കലയെ അവയവത്തെ ചലിപ്പിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ അവയവത്തിനകത്തെ കലയെ ചലിപ്പിക്കാൻ സ്വാതന്ത്ര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ കൈയെ ചലിപ്പിക്കുന്ന സമയത്ത് കൈ അതിന്റെ അകത്തെ ഒന്നിനെ ചലിപ്പിച്ചാൽ അത് സുതാര്യമായി നിൽക്കുമെങ്കിൽ, അവ തമ്മിൽ പരസ്പരം ബന്ധത്തിലാണെങ്കിൽ ആ പണി അങ്ങ് നടക്കും. എന്റെ പുറം ചൊറിയണമെന്ന് ഞാൻ പറയുന്ന സമയത്ത് ഞാൻ എന്റെ കൈയോട് കൽപ്പിക്കുകയും കൈ എന്റെ വിരലിനോട് കൽപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത് അത് നടക്കും. ഞാൻ കൈയോട് കൽപ്പിക്കുന്നു, കൈ വിരലിനോട് കൽപ്പിച്ചില്ലെങ്കിലോ, അല്ലെങ്കിൽ കൈ കൽപ്പിക്കുന്നത് വിരലിന് മനസ്സിലായില്ലെങ്കിലോ ഈ പണി നടക്കില്ല. അപ്പൊ എനിക്ക് എന്റെ തൊട്ടു താഴെയുള്ള അവസ്ഥയോടാണ് ഇടപെടാൻ പറ്റുക. ഇതേപോലൊരു അവസ്ഥ എന്റെ മുകളിലുള്ള സംവിധാനത്തിന് ഉണ്ടാവില്ലേ എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ കൂടുതലായ സംവിധാനത്തെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ നിൽക്കുന്നത് മനുഷ്യരാശിക്കകത്ത്. തൽക്കാലത്തേക്ക് നിങ്ങളുടെ പരിസ്ഥിതി എന്ന് വേണമെങ്കിൽ എടുക്കുക. നിങ്ങളുടെ പരിസ്ഥിതി, ആ പരിസ്ഥിതിയിലെ മൊത്തം അവസ്ഥയിൽ നിന്നും വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നു. എങ്ങനെയാ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് കിട്ടുക? നിങ്ങൾക്കുള്ള അനുഭവങ്ങളുടെ രൂപത്തിൽ. നിങ്ങളുടെ മുന്നിൽ ഒരു കുട്ടി മറിഞ്ഞു വീഴുകയാണെങ്കിൽ ഉടനെ കൈ അതിന്റെ നേരെ പോവും. കുട്ടി മറിഞ്ഞു വീഴുന്നു എന്ന് നിങ്ങൾ കാണുന്നതോടുകൂടി നിങ്ങളുടെ കൈ അതിന്റെ കൂടെ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കൺട്രോളിലേക്ക് ആ കുട്ടി വന്നു വീഴുന്നു. അപ്പൊ നിങ്ങളുടെ ശരീരം അതിനനുസരിച്ച് പ്രതികരിക്കുകയാണ്. നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവുന്ന ഒരു ചലനത്തിനനുസരിച്ച്, നിങ്ങളുടെ അനുഭവത്തിനനുസരിച്ച് ശരീരം പ്രതികരിക്കുകയാണ്. അപ്പോ മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തിനനുസരിച്ചാണ് ഉപവ്യവസ്ഥ പ്രവർത്തിക്കുക. അപ്പൊ മുകളിലുള്ള വ്യവസ്ഥയെ നമ്മൾ ഉപരിവ്യവസ്ഥ എന്ന് പറയും, താഴെയുള്ള വ്യവസ്ഥയെ നമ്മൾ ഉപവ്യവസ്ഥ എന്ന് പറയും. അപ്പൊ ഉപരിവ്യവസ്ഥയും ഉപവ്യവസ്ഥയും ഒക്കെ ആയിട്ടാണ് ഇതിന്റെ ഒരു ക്രമീകരണം. പ്രപഞ്ചം മുതൽ ആ സൂക്ഷ്മാവസ്ഥ വരെ ഉള്ള സർവ്വസാധനങ്ങളുടെയും ക്രമീകരണം ഇങ്ങനെ കൂടുകൾക്കകത്ത് ഇങ്ങനെ ആയിട്ടാണ്. ഇവയെല്ലാം മറ്റ് ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഞാൻ അവയെക്കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല. എന്താണെങ്കിലും ഞാൻ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് വെച്ചാൽ, എന്റെ കോശങ്ങൾ എന്റെ കലകളോടും, എന്റെ കലകൾ എന്നോടും, അവയവത്തോടും, അവയവം എന്നോടും, ഞാൻ എന്റെ ഉപരിവ്യവസ്ഥയായ മനുഷ്യരാശിയോടും, ഇനി മനുഷ്യരാശി എന്ന് വേണ്ട, ഞാൻ എന്റെ ഉപരിവ്യവസ്ഥയായ ഭൂമിയോടും, ഭൂമിയാകട്ടെ അതിന്റെ ഉപരിവ്യവസ്ഥയായ സൗരയൂഥത്തോടോ അല്ലെങ്കിൽ ഗാലക്സിയോടോ ഒക്കെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഞാൻ പണി ചെയ്ത് കഴിഞ്ഞാൽ എന്റെ സൂപ്പർവൈസറോട് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇതിനോടാണ് റിപ്പോർട്ട് ചെയ്ത് പോകുന്നത്. ഞാൻ ഇങ്ങനെയാണ് കണക്ട് ചെയ്ത് നിൽക്കുന്നത്. ഈ കണക്ട് ചെയ്യുന്ന ഓരോ തലങ്ങളും ജീവനുള്ള തലങ്ങളാണ്. എനിക്ക് ജീവനുണ്ട്, ഭൂമിക്ക് ജീവനുണ്ട്, സൗരയൂഥത്തിന് ജീവനുണ്ട്, എന്റെ കലയ്ക്ക് ജീവനുണ്ട്, ഒരു കോശത്തിന് ജീവനുണ്ട്, ഇതിനെല്ലാത്തിനും ജീവനുണ്ട്. ഞാൻ പറഞ്ഞു, ജീവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം സംഘടിപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ്. അപ്പൊ ജീവൻ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഇപ്പൊ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ ശരീരത്തിൽ നിന്ന് തവളയെ പോലെ ചാടിപ്പോകുന്ന ഒരു സാധനമാണ് ആത്മാവ് എന്ന് പറഞ്ഞുള്ള ഒരു വ്യാഖ്യാനമൊക്കെ നമ്മൾ പലരും കണ്ടിട്ടുണ്ട്. എന്നോട് ഒരാൾ പറഞ്ഞതാണ്, ഗ്ലാസ് കൂടിനകത്ത് ഒരാളെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിയുമ്പോൾ അയാൾ മരിക്കും. മരിച്ചു കഴിയുമ്പോൾ അയാളുടെ ആത്മാവ് വെളിയിലേക്ക് പോയിട്ട് ആ ഗ്ലാസിന്റെ മുകളിൽ ഒരു വിള്ളൽ വീഴുന്നു. ആ വിള്ളൽ വീഴുന്നത് ആത്മാവിന് വെളിയിലേക്ക് ചാടിപ്പോകാനാണ്, അത്ര തവള ചാടുന്നത് പോലെ. അപ്പോൾ നമ്മുടെ ശരീരം മരിച്ചു കഴിഞ്ഞാൽ വെളിയിലേക്ക് ചാടിപ്പോകുന്ന ഒരു സാധനമാണ് പ്രതിഭാസം. ഞാനൊരു ബൈക്ക് ഓടിക്കുകയാണ്.
ബൈക്കിനെ ഞാൻ വളരെ സ്പീഡിൽ ഓടിക്കുന്ന കാണുമ്പോൾ നാട്ടിൽ പറയും, ഇവൻ എന്ത് പോക്കാ പോകുന്നത്, എന്തൊരു സ്പീഡായത് എന്ന് ചോദിക്കും. വളരെ പതുക്കെ പോകുന്നുണ്ടെങ്കിൽ ഇവന്റെ കൂടെ ആരെങ്കിലും പോവോ, എന്ത് പതുക്കെയാണ് പോകുന്നതെന്ന് പറയും. അപ്പോ വേഗത്തിലാണെങ്കിലും പതുക്കെയാണെങ്കിലും ആളുകൾക്ക് അഭിപ്രായ പ്രകടനത്തിനുള്ള ഒരു സംഗതിയായി ഈ സംഗതിയെ നമുക്കെടുത്ത് കാണിക്കാൻ പറ്റും. സ്പീഡ് കൂടി എന്നുള്ളത് സംഗതിയാണ്, സ്പീഡ് കുറഞ്ഞു എന്നുള്ളൊരു സംഗതിയാണ്, അതൊരു സംഗതിയാണ്. സംഗതി വാസ് എ ഡൂയിങ്, നോട്ട് എ ബീയിങ്. അതൊരു വസ്തുവല്ല, അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പകരം അതൊരു ഡൂയിങ് ആണ്, ഒരു പ്രവർത്തനമാണ്. സംഗീതം എന്നുള്ളത് ഒരു പ്രവർത്തനമാണ്, അല്ലെ? പക്ഷെ സംഗീതം എന്നുള്ളതിനെ നമുക്കൊരു ഒരു 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 ദൃശ്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ രേഖപ്പെടുത്തി വെക്കാം. ഒരു ഡൂയിങ്ങിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ദൃശ്യമാക്കി വെക്കാം. അങ്ങനെ ദൃശ്യമാക്കി വെക്കാവുന്നത് ആണെങ്കിലും അങ്ങനെ ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതിക രൂപത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെയോ അത് ഫിനോമിനൽ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു, പ്രതിഭാസ രൂപത്തിൽ. എന്താണ് പ്രതിഭാസം? ഓരോന്നിലും തെളിഞ്ഞു കാണുന്നതാണ് പ്രതിഭാസം. ഭാസം എന്ന് വെച്ചാൽ പ്രകാശമാകുന്നത്. ഓരോന്നിലും പ്രകാശം, ഓരോന്നിലും തെളിഞ്ഞു നിൽക്കുന്നതാണ് പ്രതിഭാസം. അങ്ങനെ എന്റെ ശരീരത്തിൽ തെളിഞ്ഞു നിൽക്കുന്നതാണ് എന്റെ ജീവൻ. എന്റെ ശരീരത്തെ ഇങ്ങനെ ക്രോഡീകരിക്കണമെന്നും ഇങ്ങനെ രൂപകൽപ്പന ചെയ്യണമെന്നും ഇങ്ങനെ പരിചരിക്കണമെന്നും ഇങ്ങനെയൊക്കെ എന്താ പറയാ സംരക്ഷിക്കണമെന്നും ഒക്കെ തീരുമാനിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതൊരു മഹാ അത്ഭുതമാണ്. അത്തരം ഒരു അവസ്ഥയെ നമുക്ക് പ്രതിഭാസം എന്നാണ് വിളിക്കാൻ കഴിയുക. അപ്പൊ എന്റെ ജീവൻ എന്നത് ഒരു പ്രതിഭാസമാണ്. അതുകൊണ്ട് തന്നെ ജീവൻ എന്നുള്ള ഒരു സത്താനാമത്തിന് പകരം നമുക്ക് ജൈവീകത എന്ന് പറയാം. മലയാളം കുറച്ചുകൂടെ മോഡിഫൈ ചെയ്യാം, ജൈവീകത എന്ന് പറയാം. അപ്പൊ എനിക്ക് ജൈവികതയുണ്ട്. എന്റെ കോശങ്ങൾക്കുള്ള ആ പ്രതിഭാസത്തെ, ഇവയെല്ലാം സ്വയം സംഘടിപ്പിച്ചു പോകുന്ന പ്രതിഭാസത്തെ ജൈവികത എന്ന് പറയാം. എന്റെ ഉപരിവ്യവസ്ഥയ്ക്കും ജൈവികതയുണ്ട്, അല്ലെ? പക്ഷെ എന്റെ ജൈവികത പോലെയല്ല, അത് ഇത്തിരി കൂടിയ ജൈവികത, അതിജൈവികതയാണ്. ഈ അതിജൈവികതയാണ് ഈ എനിക്ക് വേണ്ടുന്ന അനുഭവങ്ങളൊക്കെ തരുന്നത്, എന്റെ ധർമ്മങ്ങളെ തീരുമാനിക്കുന്നത്. ഇപ്പൊ എന്റെ ശരീരത്തിന്റെ ധർമ്മങ്ങൾ, എന്റെ ശരീരത്തിന് പുറം ചൊറിയുമ്പോ എങ്ങനെ ചൊറിയണം എന്നുള്ളത് ആലോചിക്കുന്നതാണ് എന്റെ മനസ്സ്. അതുപോലെ ഉപരിവ്യവസ്ഥയ്ക്ക് ഒരു മനസ്സുണ്ട്, ഉപരിവ്യവസ്ഥയ്ക്ക് ജീവനുണ്ട്. അതിന് ജൈവികത എന്ന് പറഞ്ഞു. എനിക്ക് ജൈവികതയുള്ളതുപോലെ അതിന് അതിജൈവികത, എനിക്ക് മനസ്സുള്ള പോലെ അതിനും മനസ്സുണ്ട്. ആ മനസ്സാണ് എനിക്ക് വേണ്ടത് എന്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെയും അനുഭവങ്ങളെയും തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിമനസ്സെന്ന് വേണമെങ്കിൽ പറയാം. ഈ അതിജൈവികത എന്ന് പറഞ്ഞില്ലേ, അതായത് എനിക്ക് ജീവനുള്ളതുപോലെ ഉപരിവ്യവസ്ഥയ്ക്കുള്ള ജീവൻ, ആ ജീവനെയാണ് പലപ്പോഴും നമ്മൾ എന്തെന്ന് പറയാൻ അറിയാതെ അതിജൈവികത എന്ന് പറയുന്നതിനെ ചുരുക്കി ദൈവീകത എന്ന് പറയുന്നത്. ഈ ദൈവീകത എന്ന് പറയുന്ന ഒരു വസ്തു ദൈവമാണോ എന്ന് ചോദിച്ചാൽ ജൈവികതയും ജീവനും തമ്മിലുള്ള വ്യത്യാസം. ഈ ചാടിപ്പോകുന്നത്, അവളെ പോലെ ചാടിപ്പോകുന്ന ഒരു ജീവൻ ഇല്ല എന്ന് പറഞ്ഞില്ലേ, ഉണ്ടോ? ഇല്ല. ഇല്ലേ? ഉണ്ട്. ജൈവികതയില്ലേ? ഉണ്ട്. അങ്ങനെ ഒരു സാധനം ഉണ്ടോ? ഇല്ല, സാധനം ഇല്ല. അപ്പൊ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടുമല്ല ഉത്തരം. ഉണ്ടെന്നും ഇല്ലെന്നുമല്ല ഉത്തരം. ഉണ്ടെന്നും ഇല്ലെന്നും അല്ലാത്തൊരു ഉത്തരം എന്താണ്? അത് ഒരു വസ്തുവല്ല, അതൊരു ഒരു ഒരു ബീയിങ് അല്ല, അതൊരു ഡൂയിങ് ആണ്. ബീയിങ് അല്ലാതെ ഡൂയിങ് ആകുന്ന ഒരു അവസ്ഥ. അപ്പൊ അങ്ങനെ ബീയിങ് അല്ലാതെ ഡൂയിങ് ആകുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ അതിജൈവികത എന്ന് പറയുക. ഈ അതിജൈവികതയുടെ മറ്റൊരു മുഖമാണ് ഞാൻ ഈ പറഞ്ഞത്, ജീവന്റെ മറ്റൊരു മുഖമാണ്. ജീവൻ എന്ത് ചെയ്യണോ ആ ചെയ്യേണ്ട കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നതാണ് മനസ്സെന്ന് പറഞ്ഞല്ലോ. അതുപോലെ അതിജൈവികത നൽകുന്ന ആ പ്രവർത്തനങ്ങളെ അത് തീരുമാനം എടുത്ത് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോഴാണ് നമ്മൾ അതിന് നിയതി എന്ന് പറയുക. നിയതിക്ക് വേറൊരു പേരുണ്ട്, അത് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. വിധി എന്ന് പറയും. വിധി എന്ന് പറഞ്ഞാൽ വെച്ചാൽ മറ്റേ ആൾ അവിടെ നിന്ന് വിധിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. വിധിയല്ല, നിയതമായതെന്തോ അത് സംഭവിക്കും. നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന സംഭവം ഉപരിവ്യവസ്ഥയാണ് തീരുമാനിക്കുക. ഇനി നിങ്ങൾ പറ, ദൈവം ഉണ്ടോ ഇല്ലയോ? ദൈവം എന്ന പേര് പറയുമ്പോൾ ഉണ്ടെന്നും ഇല്ലെന്നും പറയാനൊക്കെ ഒരുപാട് തർക്കങ്ങൾ നമുക്ക് നടത്താം. ദൈവീകതയാണെന്ന് പറഞ്ഞാലോ, നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നുള്ളത് വിഷയമല്ല. കാല് തന്നെ മറിഞ്ഞു കെട്ടി വീഴും. അതെന്തുകൊണ്ടാ? അവിടെ ഒരു പ്രതിഭാസം പ്രവർത്തിക്കുന്നുണ്ട്. കൈ മുറിഞ്ഞ ചോര വരും. ഒരു പ്രതിഭാസം പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ദൈവവിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഇവിടെ വിഷയമേ അല്ല. നിങ്ങളിലെ പ്രതിഭാസങ്ങളെല്ലാം പ്രവർത്തിച്ചു കൊടുക്കുന്നു. ഈ പ്രതിഭാസങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? പ്രകൃതി നിയമങ്ങൾ തന്നെയാണ്. പ്രകൃതി നിയമങ്ങൾ തെളിഞ്ഞു കാണുന്നതാണ് പ്രതിഭാസം എന്ന് പറയുന്നത്. പ്രകൃതി നിയമങ്ങൾ എന്ന് പറയുന്നതിനെ ഒരു ഡൂയിങ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ സ്വയമേവ ഹീലിംഗ് നടക്കുന്നു പറഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാവോ?
ജീവന്റെ അപ്പോസ്തലന്മാരായിട്ടുള്ള ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഡോക്ടർമാർക്ക് മനസ്സിലാവുന്നില്ല സെൽഫ് ഹീലിംഗ് നടക്കുന്നു പറഞ്ഞിട്ട്. പിന്നെ സാധാരണക്കാരന് മനസ്സിലാവില്ല. അപ്പൊ പഴയ കാലത്ത് നമ്മുടെ ആചാര്യന്മാർ എന്ത് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പ്രകൃതി നിയമങ്ങളെ അവരൊക്കെ ശരിക്കും പറഞ്ഞ മലക്കുകളാണ്, ജിന്നുകളാണ്, ദേവതകളാണ്, ദൈവങ്ങളാണ് എന്ന് പറഞ്ഞു. ഈ പ്രകൃതി നിയമങ്ങളെ ചെറിയ പ്രകൃതി നിയമങ്ങളെ ചെറിയ ദൈവങ്ങളായിട്ടും വലിയ പ്രകൃതി നിയമങ്ങളെ വലിയ ദൈവങ്ങളായിട്ടും അവർ ചിത്രീകരിച്ചു. എന്തിനാ? നമ്മളെയൊക്കെ കൊണ്ട് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. നമ്മളെ ഒരു കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ആചാര്യന്മാരും നല്ലൊരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് കേട്ടാ പോരെ. നമ്മളത് കേൾക്കില്ല. ഉണ്ടോ ഇല്ലയോ നമുക്ക് വേർതിരിച്ച് നോക്കണം, ഇടപിരിച്ച് നോക്കണം. അതാണ് നമ്മുടെ രീതി. അങ്ങനെയാണ് നമ്മൾ ഈ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള തർക്കത്തിലും ചർച്ചയിലേക്ക് എത്തുന്നത്. ഒളിമ്പസ് നിൽക്കുന്ന കാര്യം ഇത്രയാണ്: പ്രകൃതിയിലെ എല്ലാ വസ്തുക്കൾക്കും പല മുഖങ്ങളുണ്ട്. അതിൽ ഒരു മുഖമാണ് അതിന്റെ ഭൗതിക രൂപം, അതാണ് അതിന്റെ പ്രകൃതിയെങ്കിൽ മറ്റൊരു രൂപമാണ് അതിന്റെ പ്രാതിഭാസിക രൂപം, അതിന്റെ സെൽഫ് ഓർഗനൈസ് ചെയ്യാനുള്ള രൂപം. ആ സെൽഫ് ഓർഗനൈസ് ചെയ്യാനുള്ള ആ രൂപത്തിന്റെ തുടർച്ചയാണ് അതിന്റെ മാനസ രൂപം. അതിന് ജ്ഞാനരൂപവും ചൈതന്യ രൂപവും ഉണ്ട്. ഇതിൽ പ്രതിഭാസ രൂപമുണ്ടല്ലോ, അതിനെ സ്വയം സംഘടിപ്പിക്കാനുള്ള അതിന്റെ ശേഷി. അതിന്റെ ഉപരിവ്യവസ്ഥയ്ക്കും അതുപോലൊരു ശേഷിയുണ്ട്. കൂടുകൾക്കകത്ത് കൂടുകളായി നിൽക്കുന്ന ഈ വിന്യാസത്തിൽ അതിന്റെ ഉപരിവ്യവസ്ഥയ്ക്കും ഇതുപോലൊരു ശേഷിയുണ്ട്. അതിന്റെ ഉപരിവ്യവസ്ഥയെ ആണ് നമ്മൾ സാധാരണ രീതിയിൽ ദൈവം എന്ന് വിളിക്കുന്നത്. അതിന്റെ പ്രവർത്തന രീതി മനസ്സിലാക്കിയാൽ അതിനോട് നമുക്ക് അമ്മയോട് തോന്നുന്ന പോലുള്ളൊരു ആദരവാണ് ഉണ്ടാവുക. അല്ലാണ്ട് എന്റെ കാര്യം സാധിക്കാനായിട്ട് ഞാൻ 150 രൂപ നേർച്ചയിടാം, അത് കഴിഞ്ഞാൽ എനിക്ക് മറ്റേ കാര്യങ്ങളൊക്കെ പാസ് ചെയ്തിട്ടാ എന്ന് പറയുന്ന വിലപേശാനുള്ള ഒരു ഇടമായിട്ട് നമുക്ക് ഒരു ബാർഗൈനിങ് സെന്റർ ആയിട്ട് നമുക്ക് അതിനെ ഫീൽ ചെയ്യില്ല. അപ്പൊ ഇങ്ങനെ ഒരു കണക്ടിവിറ്റിയാണ് ഈശ്വരീയമായിട്ട് നമുക്കുള്ളത്. ഈശ്വരൻ അല്ല, ഈശ്വരീയമാണ് ഉള്ളത് എന്നാണ് പ്രകൃതി തത്വശാസ്ത്രം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അതിനെ അറിയാൻ നമുക്ക് ആദരവുണ്ടാവുകയാണ് വേണ്ടത്, അതിനോട് ലയിച്ചിരിക്കുകയാണ് വേണ്ടത്. ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്നതിന് മുമ്പ് പറയുന്നത് എന്തിനെ കുറിച്ചാണെന്ന് മനസ്സിലാക്കിയാൽ കുറച്ചുകൂടെ പറച്ചിൽ വ്യക്തമായിരിക്കും. അപ്പോൾ ദൈവത്തിനെ കുറിച്ച് ചർച്ച ചെയ്ത് പോകുന്നതിന് പകരം ഈ ഒരു രീതിയിൽ അത് എന്താണത് എന്ന് മനസ്സിലാക്കാൻ ശ്രമം നടത്തിയാൽ കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. സുസ്ഥിരതയുടെ കാര്യത്തിൽ നമ്മൾ ഈ ഒരു വഴിക്കാണ് ആലോചിക്കേണ്ടത്, ബോധ്യപ്പെടേണ്ടത്. ഞാൻ ഈ അവതരണം അവസാനിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഉണ്ടായ ബോധ്യങ്ങളെയും നിങ്ങൾക്കുണ്ടായ സംശയങ്ങൾക്കും ആധാരമാക്കിയിട്ട് അവയെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ചർച്ച മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.